ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. ദാറ്റ് UK മലിൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റിൻ്റെ കേംബ്രിഡ്ജ് ക്യാമ്പസിലുള്ള യങ് സ്ട്രീറ്റ് ക്യാമ്പസിലാണ്. അപ്പോൾ ഇതാണ് ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റിൻ്റെ യങ് സ്ട്രീറ്റ് ക്യാമ്പസ് കേട്ടോ. അപ്പോൾ ഈ യങ് സ്ട്രീറ്റ് ക്യാമ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റീൻ്റെ നേഴ്സിംഗ് ക്യാമ്പസാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഫ്രീ ആണ്. സോ ഞാൻ എന്തായാലും വിചാരിച്ചതാ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാനും എൻ്റെ കൂടെ നമ്മൾ ഇൻ്റലക്സ് വഴി ഇവിടെ നേഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻറ്റും എൻ്റെ കൂടെ ഉണ്ട്, എല്ലാം കഴിഞ്ഞ് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. ഉള്ളിലോട്ട് പോകുന്നതിന് മുന്നേ പുറത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഉള്ളിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ നമുക്കിവിടെ സൈഡിൽ ഒരു കാഫേ കാണാൻ പറ്റും കേട്ടോ. നമുക്കിവിടെ ടീസ് ആൻഡ് കോഫീസ് ആൻഡ് കുക്കീസ് ആൻഡ് ഒരുപാട് സംഭവങ്ങൾ അവൈലബിൾ ആണ്. സോ ഇത് നമ്മളുടെ ഇവിടെ ARൻ്റെ സ്റ്റുഡൻസ് യൂണിയനാണ്. ബട്ട് ഇവർ ലാസ്റ്റ് ഇയറിലാണ് സ്റ്റുഡൻറ്റ് യൂണിയൻ. അപ്പോൾ പുതിയത് വന്നിട്ടുണ്ട്, പക്ഷേ ഒരു ഫോട്ടോ ഒന്നും ഇവിടെ ഓഫീസർ ടീം അപ്ലോഡ് ചെയ്തിട്ടില്ല. സോ ഇതാണ് നമ്മളുടെ മെയിൻ ക്യാമ്പസും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലോട്ട് കയറാം. ഇന്ന് നമ്മളോട് അസിസ്റ്റ് ചെയ്യാൻ വരുന്നത് ജിത്തു ആണ്. ജിത്തു നമ്മളുടെ ഇൻ്റലക്സ് വഴി ഇവിടെ നേഴ്സിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് കേട്ടോ. ഫസ്റ്റ് ഇയർ കഴിയാനായോ? ഓക്കെ. സോ ഇന്നിവിടെ ക്ലാസ്സും കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നേഴ്സിംഗ് പഠിക്കുന്ന മിക്ക സ്റ്റുഡൻസിനും ക്ലാസ്സിനെക്കാട്ടിലും, അതായത് 80% അവർക്ക് പ്ലേസ്മെൻ്റ് ആയിരിക്കും ക്ലാസ്സിനെക്കാട്ടിലും എന്നുള്ളത്. സോ ഇന്ന് ഇവിടെ സ്റ്റുഡൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈസി നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ റിസപ്ഷനിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് പോവാം. നമുക്ക് ഉള്ളിലോട്ട് കയറട്ടോ എന്തായാലും. സോ ഇതാണ് ഇവിടുത്തെ മെയിൻ റിസപ്ഷൻ കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇവിടെ സൈഡിൽ റിസപ്ഷനിസ്റ്റും കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ സംഭവങ്ങളെല്ലാം മേലെയാണ് വരുന്നത്. സോ നമുക്ക് മേലിലോട്ട് പോവാം. ഒറ്റ മനുഷ്യനില്ല കേട്ടോ ഇന്ന് കംപ്ലീറ്റ് രണ്ടാളും മാത്രമേ ഉള്ളൂ നമുക്കിവിടെ വരുന്നത്. നമുക്കിവിടെ ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ നേരെ കയറി വരുമ്പോൾ നമുക്കിവിടെ ഇത് എല്ലായിടത്തും ഉണ്ട് ഈ സംഭവം. ഓക്കെ. വേറെ ഈ ഓവന് സാധനം മാത്രമല്ല, ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഫൈൻ, ശരി. സോ ഇവിടെ ഓവനും കാര്യങ്ങളും കോഫി കപ്പും ഗ്ലാസും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓ ഹോളി ഗൈസ്, തഴപ്പോയി. പിന്നെ ഇതൊക്കെ എന്താ സംഭവം? ഇത് നമുക്ക് സെമിനാറുകൾ നടക്കുന്ന ക്ലാസ് റൂംസ് ആണ്. അത് ഓരോ ഗ്രൂപ്പിലും ഓരോ ക്ലാസ് റൂംസ് ആണ്. സോ എത്ര ടേബിൾസ് ഉണ്ട്? ഓരോ ഗ്രൂപ്പായിട്ടുള്ള കയറാം അല്ലേ? ശരി. തുറക്കാൻ പറ്റുമോ? ഒന്ന് തുറന്നു കിടക്കണോ? യെസ് ഗൈസ്, തുറന്നു കിടക്കാണ് കേട്ടോ സെമിനാർ ഹാള്. സോ ഇവിടെ ഓരോ ഗ്രൂപ്പുകളായിട്ട് ഇവിടെ കുട്ടികളും കാര്യങ്ങളും എല്ലാം കയറിയിരിക്കും. അടിപൊളി. ഈ സെയിം സംഭവം തന്നെയാണ് ഞങ്ങളുടെ അപ്പുറത്തെ ക്യാമ്പസിന് വരുന്നത്. ബട്ട് ഇത് കുറച്ചുകൂടി വലിയ രീതിയിലുള്ള പോലെ തോന്നിയിരിക്കും. ഇതെല്ലാം സെമിനാർ ഹാൾസ് അല്ലേ? ഓക്കെ ഫൈൻ. സോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ കണ്ടത് ചെറിയ സെമിനാർ ഹാള്. ഇനി നമ്മൾ നേരെ പോകുന്നത് മെയിൻ സെമിനാർ തിയേറ്റർ അല്ലേ? ഗൈസ്, ടു ബി ഫ്രാങ്ക്, ഇത് ഞങ്ങളെ ക്യാമ്പസിനെക്കാട്ടിലും വലിയ ക്യാമ്പസാണ് എനിക്ക് തോന്നുന്നുണ്ട്. പുറത്ത് കാണുമ്പോൾ ചെറുതായിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ വലിയ സെമിനാർ ഹാൾ. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് വന്നിട്ടാണ് ചെറിയ ഷോർട്ട് വീഡിയോ കാണാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 50-60 സ്റ്റുഡൻസിനെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അടിപൊളി. ഇത് ശരിക്കും ഫോറിൻ കൺട്രീസുകളിൽ പോയി MBBS പഠിക്കുന്ന ഒരു ഫീല്. അടിപൊളി ഗൈസ്, അടിപൊളി സിസ്റ്റങ്ങളൊക്കെയാണ് വരുന്നത്. ആണ്ടിൽ എപ്പോഴെങ്കിലും ഇവിടെ കുട്ടികളില്ലാതെ കിട്ടുക. സോ നമുക്ക് എന്തായാലും ഇനി പുറത്തോട്ട് പോകാം. അവിടെ അടിപൊളിയാട്ടോ, കുഴപ്പമൊന്നും തീരും കാണുമൊന്നുമില്ല. ഓക്കെ, ഓരോ ക്ലാസ് റൂമിൻ്റെ പുറത്ത് നമുക്ക് ടോയ്ലറ്റ്സ് ഞങ്ങൾക്ക് അവൈലബിൾ ആട്ടോ. ഇത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് എബിലിറ്റി ഉള്ള ആൾക്കാർക്കുള്ളതാണ്. മെയിൽസ്, ഫീമെയിൽസ് ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? HR ഹാളോ? ഓക്കെ. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്ക UG സ്റ്റുഡൻസ് ARലേക്ക് പഠിക്കാൻ വരുന്നത് നേഴ്സിങ്ങിനാണ്. അപ്പോൾ അവർക്ക് ഈ വീഡിയോ സൂട്ടബിളായിട്ട് തോന്നുമെന്ന് മനസ്സിലായതുകൊണ്ടാണ്
പിന്നെ അതുമാത്രമേ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു കോൺടാക്ട് ഗൈസ്. സീറ്റ്സ് ഫുള്ളായി വരുന്നുണ്ട്. നമ്മൾ മാക്സിമം സപ്പോർട്ടും ഓഫേഴ്സും സ്കോളർഷിപ്പും അഡ്മിഷൻ പ്രോസസ്സും എല്ലാം ഫാസ്റ്റാക്കി തരുന്നതാണ്. സോ ഇതാണ് ഫ്ലോർ നമ്പർ 2. ഓക്കെ, ഇവിടെ എല്ലായിടത്തും എല്ലാ ഫ്ലോറിലും ലിഫ്റ്റ് ഉണ്ട് ഗൈസ്. ഇത് അതെ, കുശലം പറയാനും പരദൂഷണം പറയാനും വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഗൈസ് ARU യങ് സ്ട്രീറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇത് വാട്ടർ ടാങ്ക് കേട്ടോ. സോളമയുടെ ഗ്ലാസ്സസ് ഉണ്ടാവാറുണ്ട്. വെള്ളമുണ്ട് ഗൈസ്. ഇതെന്താണ്? ഓക്കെ, ലെക്ചർ തിയേറ്റർ. ഇതാണ് ഗൈസ് ഇവിടുത്തെ ലെക്ചർ തിയേറ്റർ വരുന്നത്. ഇതിൽ ഏകദേശം എത്ര പേര് കയറ്റാൻ പറ്റൂടാ? 150-200 സ്റ്റുഡൻസ് നമുക്ക് ഇവിടെ എന്തായാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഗൈസ് നമ്മൾ അറ്റൻഡൻസ് എടുക്കുന്ന മെഷീൻ. ബട്ട് നിങ്ങൾക്ക് ഇവിടെ ഇൻ ക്ലാസ് അറ്റൻഡൻസ് കൊടുക്കാറില്ലേ? ഓക്കെ, നമ്മൾ ഓക്കെ. സെമിനാർ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ് ലെഡ് സെക്ഷൻ പോലെ സംഭവങ്ങൾ. അതെ, കുറച്ച് പേര് മാത്രം ഉള്ള സംഭവം. അപ്പോൾ നമ്മളൊരു ID, നമ്മുടെ കയ്യിൽ സ്റ്റുഡൻറ്റ് ID ഉണ്ടാവും. സോ നമ്മൾ ക്ലാസ് കയറുമ്പോൾ നമ്മളിവിടെ ID ടാപ്പ് ചെയ്യണം. സോ നമ്മൾ അറ്റൻഡൻസ് എന്ത് ചെയ്യും? വിസ കോംപ്ലയൻസ് ടീമിന് പോകും കേട്ടോ. ലാക്ക് ഓഫ് അറ്റൻഡൻസ് കുറവാണെങ്കിൽ തിരിച്ചു വിടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ മാത്രമല്ല, ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റുഡൻസ് കുറവാണെങ്കിൽ അവർ ഇൻ ക്ലാസ് അറ്റൻഡൻസ് എടുക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, സ്കിൽ സെക്ഷൻ. ശരി ശരി ശരി. സ്കിൽസ് ലാബ്. സ്കിൽ ലാബ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം? നമ്മളുടെ ഈ പ്രാക്ടിക്കൽ സെക്ഷൻ. ഓക്കെ ഓക്കെ ഗൈസ്, ഇതാണ് സ്കിൽ ലാബ് മേളെല്ലാം വരുന്നത്. ഗൈസ് ഡെമോ പേഷ്യൻസ് എല്ലാം കിടക്കുന്നു. അടിപൊളി. എടാ, ഇതെല്ലാം തൊടുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാറുണ്ട്. നമ്മളെ ജോർജിയയിലൊക്കെ MBBS അങ്ങനെയാണ്. ഇത് ഗൈസ് നമുക്ക് ഭാഗ്യമില്ല, ഇത് ക്ലോസ് ആയി കിടക്കുകയാണ്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ളത് ഇവിടെ. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. കുറച്ച് പുറത്ത് പോയി നോക്കാം. ഇതും സ്കിൽസ് ലാബാണ് ഗൈസ്. ഇവിടെ സ്റ്റെതസ്കോപ്പ് കാര്യങ്ങളും ക്ലാസ് എടുക്കുന്ന സംഭവങ്ങളും ബെഡും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും. അപ്പോൾ അഡ്മിഷൻ, നഴ്സിംഗിലാണെങ്കിലും അഡ്മിഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന നമ്മളുടെ ഫ്രണ്ട്സ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു കോൺടാക്ട് us ഗൈസ്. ഇതെന്താ? ഇത് നമ്മുടെ സ്റ്റുഡൻസിന്റെ ലോക്കേഴ്സ്. നമുക്ക് സ്റ്റുഡൻസിന് സ്കിൽ സെക്ഷൻ ഉള്ളപ്പോൾ നമ്മുടെ ജാക്കറ്റും ബാഗും എല്ലാം അതൊന്നും ഉള്ളിൽ അലൗഡ് അല്ല. ഉള്ളിൽ അലൗഡ് അല്ല, എല്ലാം ഇവിടെ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളിലോട്ട് കയറാൻ. ഉള്ളിൽ നമ്മൾ കയറുമ്പോൾ ഗേൾസ് ആണെങ്കിൽ മുടി കെട്ടണം. നമുക്ക് ബോയ്സിന് മുടി അധികം വളർത്താൻ പറ്റില്ല. പിന്നെ ഫുൾ കൈ ഷർട്ട്സും ടീഷർട്ട്സും ഒന്നും പറ്റില്ല, എല്ലാം ഹാഫ് കൈയേ പറ്റുള്ളൂ. പിന്നെ കയ്യിൽ വാച്ച്, മാല അങ്ങനെ ഒന്നും അലൗഡ് അല്ല. നോർമൽ രീതിയിൽ മാത്രമേ ഇതിനകത്ത് പോയി സ്കിൽ സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ശരി ശരി. അപ്പോൾ ആരെങ്കിലുമൊക്കെ നഴ്സിംഗ് BSc നഴ്സിംഗ് എടുക്കാൻ പ്ലാൻ ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു കോൺടാക്ട് us ഗൈസ്. നമ്മൾ എല്ലാ സപ്പോർട്ടും എല്ലാം ചെയ്തു തരുന്നതാണ് കേട്ടോ. നമുക്ക് അഡ്മിഷന് വേണ്ടിയുള്ള നമ്മുടെ നാട്ടിലുള്ള ഓഫീസ് ടീമാണെങ്കിലും UK-ലുള്ള ഓഫീസ് ടീമാണെങ്കിലും എല്ലാ സപ്പോർട്ടും എല്ലാം നമുക്ക് ചെയ്തു തരുന്നതാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് അഡ്മിഷൻ എല്ലാം സോർട്ട് ചെയ്ത് തരും കേട്ടോ. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഇപ്പോൾ നഴ്സിംഗ് എല്ലാ ക്യാമ്പസുകളിലും കറങ്ങി ഉള്ളൂ. ഇനി ഇവിടെ എങ്ങോട്ടാ പോകുന്നേ? അത് നോർമൽ സംഭവമില്ല. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഈ ക്യാമ്പസിലുള്ളൂ. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ഗൈസ് നമ്മളെ നഴ്സിംഗ് ക്യാമ്പസിൽ ഇവിടെ വരുന്ന കാര്യങ്ങളും എല്ലാതും. വേറെ എന്തെങ്കിലും അഡീഷണലായിട്ട്? നല്ല വെയിലാണ്, ഇപ്പോൾ സമ്മറാണ് ഗൈസ്. ഇവിടെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, നല്ല രീതിയിൽ സ്റ്റുഡൻസൊക്കെ ഉണ്ടാവും. ഞാൻ നോർമലി ഇതിൽ നടന്നു പോകുമ്പോൾ എത്രങ്ങാനും കുട്ടികളെന്ന് അറിയേണ്ടവരുണ്ടാവാറ്. എനിക്ക് എന്തായാലും നിങ്ങളുടെ സ്കിൽസ് ലാബ് ഇഷ്ടമായിട്ടാ. നമുക്ക് സ്കിൽസ് ലാബിൽ നിന്ന്
ഔട്ടർ കൊടുക്കാം ഗൈസ്. അപ്പോൾ അത്ര തന്നെയുള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലോങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള കാര്യം ചെയ്ത് സെറ്റാക്കുക. ഞാനിപ്പോഴും പറയുന്നു, നമ്മുടെ ഏജൻസിയുടെ പേര് ഇന്റലക്ട് സ്റ്റഡി അബ്രോഡ്. ഇഷ്ടംപോലെ സ്റ്റുഡൻസ് നമ്മുടെ ഏജൻസി ട്രസ്റ്റ് ചെയ്തിട്ട് പാരൻസ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മൾ കയറ്റി വിടുന്നുണ്ട്. സ്റ്റുഡൻസിന് ഇങ്ങോട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാണ്ട് എല്ലാ സ്റ്റുഡൻസിനും അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അക്കോമഡേഷൻ ആണെങ്കിലും പാർട്ട് ടൈമിൽ അസിസ്റ്റൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അഡ്മിഷൻ്റെ കാര്യത്തിലാണെങ്കിൽ 24 to 48 hours നമ്മൾ ഓഫർ ലെറ്റർ പാനൽ എടുത്തു കൊടുക്കും. പിന്നെ 10th +2 കഴിഞ്ഞ് കയറി വരുന്ന നഴ്സിംഗ് സ്റ്റുഡൻസ് എടുത്ത് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ARUവിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ 10th മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ 12th മാത്തമാറ്റിക്സ് നിർബന്ധമാണ്. നിങ്ങൾക്ക് 10th മാത്തമാറ്റിക്സ് ഇല്ലെങ്കിൽ 12th വേണ്ടി വരും, 12th ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 10th വേണ്ടി വരും. ബട്ട് 50% മാർക്ക് കമ്പൽസറി ആണ്. സോ ഇൻ കേസ് നിങ്ങൾക്ക് 50% മാർക്ക് ഇല്ലെങ്കിൽ നമുക്കൊരു ഫോർമൽ ഇൻ്റർവ്യൂ വഴി നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് കയറി വരാൻ പറ്റും കേട്ടോ. പിന്നെ IELTS നമുക്ക് മാൻഡറ്ററി ആണ്. പണ്ട് നമുക്ക് ഇംഗ്ലീഷ് അസസ്മെൻറ്റ് വഴി കയറി വരാൻ പറ്റിയിരുന്നു. ബട്ട് ഇപ്പം നമുക്ക് IELTS NMCയുടെ ഗൈഡൻസ് പ്രകാരം നമുക്ക് കമ്പൽസറി ആണ്. പിന്നെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിന് കൂടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്ലേസ്മെൻറ്റ് 80% നിങ്ങൾക്ക് കോഴ്സിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ്സ് ആയിരിക്കും. ബാക്കി 20% മാത്രം തിയറിപരമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ. ആഫ്റ്റർ കോഴ്സ് 3 കൊല്ലം കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവർ എൻറോൾ ചെയ്ത് തരും. നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളിലും GPകളിലും സ്പോൺസർഷിപ്പ് അടക്കം നിങ്ങൾക്ക് എല്ലാ എൻറോൾമെൻറ്റും എല്ലാം ചെയ്തു തരും കേട്ടോ. അപ്പോൾ അത്ര തന്നെയുള്ളൂ. ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുന്ന അതിനുണ്ടെങ്കിൽ നഴ്സിംഗ് അല്ല ഏത് കോഴ്സ് ആയിക്കോട്ടെ, നാട്ടിൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് MSc നഴ്സിംഗ് എടുക്കാൻ വേണ്ടി വിചാരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ആരാണെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പറും അതുപോലെ തന്നെ ഞങ്ങൾ ഓഫീസ് നമ്പറും ഞാൻ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് കഴിഞ്ഞാൽ മിക്ക സമയത്ത് ഞാൻ റിപ്ലൈ തരാറില്ല. ബിക്കോസ് ആ ഫോണിൽ ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നുണ്ട് കേസ്. അപ്പോൾ നിങ്ങൾ എന്താണ് റീസൺ, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ഹൈലൈറ്റ് ചെയ്തിട്ട് 3-4 മെസ്സേജ് അതിൽ അയക്കുക. അപ്പോൾ ഞാനതിൽ കയറി റെസ്പോണ്ട് ചെയ്തിട്ട് ഞാൻ ആ നമ്പർ ഇന്ത്യൻ ടീമിന് കൊടുക്കുന്നതാണ്. ബട്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാവർക്കും എൻ്റെ ഇന്ത്യൻ ടീമിനായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർ നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് റിപ്ലൈ ഞാനെല്ലാം തരും കേട്ടോ. അപ്പോൾ അത്ര തന്നെയുള്ളൂ. സ്റ്റേ ട്യൂൺ ഗൈസ്. ഇനി അടുത്ത ദിവസം കിടലും വീഡിയോ ആയിട്ട് വരാം. നഴ്സിംഗ് മറക്കണം. നഴ്സിംഗ് മാത്രം എല്ലാ കോഴ്സും സീറ്റ്സ് എല്ലാം ഫുള്ളായി തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് അഡ്മിഷൻ ഇപ്പോൾ നഷ്ടം പോലെ വരുന്നുണ്ട്. അതുകൊണ്ട് ഓഫ് ലെറ്ററൊക്കെ നമുക്ക് പതുക്കെ എടുക്കാൻ പറ്റുന്നുള്ളൂ. ബട്ട് മാക്സിമം പെട്ടെന്ന് എടുത്തു തരും കേട്ടോ. അപ്പോൾ അത്ര തന്നെയുള്ളൂ. സ്റ്റേ ട്യൂൺ. അടുത്തൊരു ദിവസം എന്തെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ജിത്തു. ഇന്ന് നീ ഹാപ്പി അല്ലേ നഴ്സിംഗ് പഠിക്കാൻ വന്നിട്ട്? എങ്ങനെയുണ്ട് നിന്റെ റിവ്യൂ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ കുറച്ച് ബിസി ലൈഫ് ആയിരിക്കും. പഠിക്കണം അല്ലേ? പഠിക്കണം. സാധാ കോഴ്സ് പോലെ അല്ല നഴ്സിംഗ്. കേറി വരുന്ന സ്റ്റുഡൻസിന് നിനക്ക് എന്താ പറയാനുള്ളത്? ട്രൂത്ത്ഫുൾ ആയിട്ട് നീ പറഞ്ഞോ, നീ ടെൻഷൻ അടിക്കണ്ട. ട്രൂത്ത്ഫുൾ ആയിട്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കാൻ നഴ്സിംഗിന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ARU. നമുക്ക് നല്ലൊരു പ്ലേസ്മെന്റ് ഏരിയ ആണെങ്കിലും നല്ലൊരു ഫാക്കൽറ്റി ടീം ആണെങ്കിലും എല്ലാം നല്ല സപ്പോർട്ടീവായിട്ട് നമുക്കുണ്ട്. എല്ലാത്തിനും അവർ കൂടെ നടന്ന് എല്ലാം നമുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നമ്മൾ അറിയുന്ന പോലും. നമുക്ക് പ്ലേസ്മെന്റ്സ് ആണെങ്കിൽ നമുക്ക് NHS ഹോസ്പിറ്റലിന്റെ കീഴിൽ തന്നെ ഓരോ വാർഡുകളാണ് നമുക്ക് കിട്ടുന്നത്. അതൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് നമുക്ക് സമ്മാനിക്കാൻ പറ്റും. അത് ഫുള്ള് ആ ഹോസ്പിറ്റലിൽ മിക്കവാറും ഒരു 60 അല്ലെങ്കിൽ 50% നഴ്സസും ഇന്ത്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കംഫോർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും എല്ലാം അടിപൊളി സർവീസാണ് എനിക്ക് ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഇതുവരെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മളെല്ലാം പഠിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ 100% ഉറപ്പായിട്ട് നമുക്ക്. എന്തുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി UK വരരുത് എന്നുള്ളത്? അത് വരരുതെന്ന് പറയുന്നത് അതെന്താന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് സംഭവം ഹാർഡ് വർക്കാണ്. ബാക്കിയുള്ള കോഴ്സ് പോലെ അല്ല. കാരണം ബാക്കിയുള്ള കോഴ്സ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. ക്ലാസ് നമുക്ക് 2 ദിവസമൊക്കെ തന്നെ ഉള്ളൂ. ബട്ട് പ്ലേസ്മെന്റ് ആണ്. പ്ലേസ്മെന്റ് ആകുമ്പോൾ നമുക്ക് എനിക്കിപ്പോ നടക്കുന്നത് ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് പ്ലേസ്മെന്റ് ആണ്. അത് 337.5 ഹവേഴ്സ് ഞാൻ കവർ ചെയ്യേണ്ടത് 337 മണിക്കൂർ നീ കവർ ചെയ്യണം. 5 മണിക്കൂർ ഞാൻ 9 വീക്സിനുള്ളിൽ ഞാൻ കവർ ചെയ്യണം. അത് പെയ്ഡ് അല്ലാത്ത പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റ് ഒന്നും പെയ്ഡ് അല്ല. അതിനൂടെ നിങ്ങൾക്ക് 20 hours പാർട്ട് ടൈം എടുക്കാം. സോ നിങ്ങൾ പ്ലേസ്മെന്റും ചെയ്യണതിന്റെ കൂടെ 20 hours പാർട്ട് ടൈമും ചെയ്യണം. അപ്പൊ നിങ്ങൾ രാവിലെ നഴ്സ് രാവിലെ ഹോസ്പിറ്റലിൽ എണീറ്റ് പോകുന്ന പോലെ നിങ്ങൾ പോകണം. ഹോസ്പിറ്റലുകളും കെയർ ഹോംസിലൊക്കെ അവൈലബിൾ അല്ലേ? നിന്റെ സെക്കൻഡ് പ്ലേസ്മെന്റ് അല്ലേ? എന്റെ സെക്കൻഡ് പ്ലേസ്മെന്റ്. എനിക്ക് രണ്ടും NHS ഹോസ്പിറ്റലിൽ തന്നെയാണ് കിട്ടിയത്. ഞാൻ ഇപ്പോ വർക്ക് ചെയ്യുന്ന ഡയബറ്റീസ് വാർഡിലാണ്. എന്റെ എക്സ്പീരിയൻസ് അടിപൊളിയായിട്ട് പോകുന്നു, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കുറച്ച് ടയേർഡ് ആകുന്നേ ഉള്ളൂ. നമ്മൾ ഈ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പോവുക, ഷിഫ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വരിക, കിടന്നുറങ്ങുക, ഫുഡ് ഉണ്ടാക്കുക, പിറ്റത്തെ ദിവസം രാവിലെ പോവുക, ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ഷെഡ്യൂള്. പ്ലേസ്മെന്റ്സ് ഇല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഫ്രീ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. കാരണം 2 ദിവസമൊക്കെ ക്ലാസ് ഉണ്ടാവുമല്ലോ, പിന്നെ ബാക്കി 2 ദിവസമൊക്കെ ഓൺലൈൻ ആയിരിക്കും. പ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ അത്ര തന്നെയുള്ളൂ. ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം കേട്ടോ. ബാക്കി അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ അത്ര തന്നെയുള്ളൂ. സ്റ്റേ ട്യൂൺ ഗൈസ്. അടുത്ത ഒരു ദിവസം എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം. ബൈ.